ഡിവൈഎഫ്ഐ പാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിലേക്ക് 50 പേർ രക്തം ദാനം ചെയ്തു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മേനപ്രം, ചൊക്ലി സൗത്ത് എന്നീ കമ്മിറ്റികളിൽ നിന്ന് തെരഞ്ഞെടുത്ത 50 വളണ്ടിയർമാരാണ് രക്തം നൽകിയത്. തലശ്ശേരി ഹോസ്പിറ്റലിലെ ബ്ലഡ് സെന്ററിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൽ ബൈജു, സീനിയർ ടെക്നീഷ്യൻ ഷീന TK എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്തം സ്വീകരിച്ചത്. ചൊക്ലി VP ഓറിയന്റൽ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ആദ്യം രക്തം ദാനം ചെയ്ത മുൻ ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർക്ക് ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N അനു രക്തദാന സർട്ടിഫിക്കറ്റ് കൈമാറി ഉദ്ഘാടനം ചെയ്തു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന മേഖലാ കമ്മിറ്റികൾ തീരുമാനിച്ചത് ഇത് ഡിവൈഎഫ്ഐയുടെ സംഘടനാ തീരുമാനമാണ്. ഡിവൈഎഫ്ഐ നിലവിൽ ചില ആശുപത്രികളിൽ രക്തത്തിന്റെ കുറവ്, ബ്ലഡ് ബാങ്കിനകത്ത് രക്തത്തിന്റെ കുറവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ പ്രവർത്തകന്മാരോട് ആഹ്വാനം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മേഖലകളിൽ നിന്നും സെലക്റ്റീവായ ആളുകളെ ഇവിടെ എത്തിച്ചുകൊണ്ട് തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയുടെ സഹായത്താലെ ഈ രക്തം തലശ്ശേരി ബ്ലഡ് ബാങ്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പാനൂർ ബ്ലോക്ക് കമ്മിറ്റി തീരുമാനിച്ചത്. ഏതായാലും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ ഈ പാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പാനൂരിലെ വിവിധ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലൂരിൽ നടത്തി, അടുത്ത ദിവസം മൊകേരിയിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ പാനൂർ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായ വിവിധ മേഖലകളിൽ ഇതുപോലെ സന്നദ്ധരായ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് രക്തം ശേഖരിച്ച് വേണ്ടപ്പെട്ട മേഖലകളിൽ എത്തിക്കുന്ന ഏറ്റവും സുത്യർഹമായ പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചൊക്ലി മേഖലയിലെ ചൊക്ലി പഞ്ചായത്തിന്റെ കീഴിൽ ഉള്ള ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി നടത്തിയ ഈ പ്രവർത്തനത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ചടങ്ങിൽ ചൊക്ലി മേഖലാ സെക്രട്ടറി സജീഷ് TK സ്വാഗതവും ചൊക്ലി സൗത്ത് മേഖലാ സെക്രട്ടറി വിവേക് പവിത്രൻ അധ്യക്ഷതയും വഹിച്ചു. ഡിവൈഎഫ്ഐ പാനൂർ ബ്ലോക്ക് പ്രസിഡന്റ് NK റൂബിൻ, ഡോക്ടർ അമൽ ബാബു, ബ്ലോക്ക് ട്രഷറർ ഷിനൻഡു, സീനിയർ ടെക്നീഷ്യൻ ഷീന TK, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പർ അനുരാഗ് എന്നിവർ സംസാരിച്ചു. മേനപ്പുറം മേഖലാ സെക്രട്ടറി പ്രബീഷ് ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. സമഗ്ര ന്യൂസ് പാനൂർ.